നമസ്കാരം. പശ്ചിമ ബംഗാളിലെ SIR നടപടിയെ ചൊല്ലി സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുകയാണ്. ഭരണഘടനാപരമായ രണ്ട് സുപ്രധാന സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഈ പോര് വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന നിരീക്ഷണത്തോടെ അസാധാരണമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് മേൽനോട്ടം വഹിക്കാൻ ജുഡീഷ്യൽ ഓഫീസർമാരെ നിയമിക്കാനാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടത്. നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജിമാരെ ഇതിനായി വിട്ടു നൽകാൻ കൊൽക്കത്ത ഹൈക്കോടതിയിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരും കമ്മീഷനും തമ്മിലുള്ള കടുത്ത വിശ്വാസക്കുറവ് കാരണമാണ് ഇത്തരമൊരു നീക്കമെന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നിർഭാഗ്യകരമായ കുറ്റപ്പെടുത്തലുകൾ തുടരുകയാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും ഈ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പരിശോധിക്കാമെന്നും കോടതി വ്യക്തമാക്കി. പട്ടികയിലെ പേരുകൾ ഉൾപ്പെടുത്തുന്നതിനോ ഒഴിവാക്കുന്നതിനോ സമർപ്പിച്ച രേഖകളുടെ നിഷ്പക്ഷമായ പരിശോധന ഉറപ്പാക്കാൻ മറ്റ് മാർഗങ്ങളില്ലാത്തതിനാലാണ് ഹൈക്കോടതിയുടെ സഹായം തേടുന്നതെന്നും കോടതി പറഞ്ഞു. ഓരോ ജില്ലയിലും പരാതികൾ തീർപ്പാക്കാൻ ഈ ജുഡീഷ്യൽ ഓഫീസർമാർ സഹായിക്കും. ഭരണഘടനാപരമായ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള വിശ്വാസക്കുറവ് വെളിവാക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ നിർഭാഗ്യകരമാണ്. വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്ന ഘട്ടത്തിൽ ഈ പ്രക്രിയ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. യഥാർത്ഥ വോട്ടർമാരെ ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുദ്ധീകരണ പ്രക്രിയ ദുരുപയോഗം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിക്കുന്നു. കമ്മീഷനെ BJPയുടെ ഏജന്റ് എന്ന് വിളിച്ച മമത BJP ഭരിക്കുന്ന അസമിൽ എന്തുകൊണ്ട് ഇതേ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ചോദിച്ചിരിക്കുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ വിട്ടു നൽകുന്നില്ലെന്നും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ഭീഷണി നേരിടുന്നുണ്ടെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. വിഷയത്തിൽ നേരിട്ടിടപെട്ട മമതാ ബാനർജി ലക്ഷക്കണക്കിന് ആളുകളെ ഡൽഹിയിലെത്തിച്ച് കമ്മീഷന് മുന്നിൽ പരേഡ് നടത്തുമെന്ന് ഭീഷണി മുഴക്കിയതും വിവാദമായിരുന്നു. കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ മമത മോശമായി പെരുമാറിയതായും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിസ്സഹകരണത്തിൽ കോടതി കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ജുഡീഷ്യൽ ഓഫീസർമാർ ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഫെബ്രുവരി 9 ഉത്തരവിന് 17 മറുപടി നൽകുന്നത്. സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആശയവിനിമയം നിരാശാജനകമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ജുഡീഷ്യൽ ഓഫീസർമാരുടെ നിയമനം ചർച്ച ചെയ്യാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി, DGP, തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവർ നാളെ കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തണം. ഫെബ്രുവരി 28 വോട്ടർ പട്ടികയുടെ അന്തിമ രൂപം പ്രസിദ്ധീകരിക്കാം. എന്നാൽ പരിശോധന പൂർത്തിയായ ഭാഗങ്ങൾ മാത്രമേ അന്ന് നൽകാവൂ. ബാക്കിയുള്ളവ സപ്ലിമെന്ററി ലിസ്റ്റായി പിന്നീട് നൽകാം. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ഭീഷണികളെക്കുറിച്ച് സത്യവാങ്മൂലം നൽകാൻ ബംഗാൾ DGPക്ക് കോടതി നിർദ്ദേശം നൽകി. മൈക്രോ ഒബ്സർവർമാരെയും മറ്റുൾപ്പെടുത്തിയുമുള്ള കമ്മീഷന്റെ നീക്കങ്ങളെ സംസ്ഥാനം എതിർത്തതോടെയാണ് നിഷ്പക്ഷത ഉറപ്പാക്കാൻ ജുഡീഷ്യൽ ഓഫീസർമാരെ തന്നെ ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർമാരുടെ ചുമതല ഏൽപ്പിക്കാൻ കോടതി തീരുമാനിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ജസ്റ്റിസ് വിപുലം പഞ്ചോലി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പശ്ചിമ ബംഗാളിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. പരിഷ്കരണ പ്രക്രിയയിൽ പശ്ചിമ ബംഗാൾ സർക്കാർ മതിയായ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നായിരുന്നു ആരോപണം ഉയർന്നിരുന്നത്. പശ്ചിമ ബംഗാൾ സർക്കാർ വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയുമായി സഹകരിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ചിരുന്നു. അംഗനവാടി ജീവനക്കാരെ പോലുള്ള താഴ്ന്ന റാങ്കിലുള്ള സർക്കാർ ജീവനക്കാരെ മാത്രമേ സർക്കാർ ഇതിനായി നിയോഗിച്ചിട്ടുള്ളൂ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. ഫെബ്രുവരി 4 വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയിൽ മമത നേരിട്ടെത്തുകയും ചെയ്തിരുന്നു. ബംഗാളിനെ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണെന്നായിരുന്നു മമത കോടതിയിൽ ചോദിച്ചത്. മമതയുടെ വാദം കേട്ട കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കുകയും ഫെബ്രുവരി 10 മറുപടി നൽകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ലക്ഷക്കണക്കിന് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നതായിരുന്നു മമതയുടെ പരാതി.